അതിൽ ആറ്റിങ്ങലേത് ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം എന്ന രൂപത്തിൽ കാണുന്നു. അതുകൂടാതെ അവിടെ നിന്നും വിവാദങ്ങൾ ഏറ്റവും ഒടുവിലും വരുന്നുണ്ട്. ഇരട്ട വോട്ട്, കള്ളവോട്ട് അടക്കമുള്ള ആരോപണങ്ങൾ, പണം ഒഴുകുന്നു എന്നുള്ള മറിച്ചുള്ള ആരോപണങ്ങൾ. ആ രൂപത്തിൽ LDFും UDFും തമ്മിൽ വലിയ പോര് നടക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ കേന്ദ്ര സഹമന്ത്രി മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി. എങ്ങനെയാണ് ആറ്റിങ്ങലിലെ ഒരു സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത്? ഇപ്പോൾ ഏത് ബൂത്തിന് മുന്നിലാണ് അതിലുള്ളത്? ആറ്റിങ്ങലിലെ മത്സരം ഒരു അസാധാരണ തലത്തിലേക്ക് അവസാന ഘട്ടത്തിൽ പോയി എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ വിവാദങ്ങളാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ നയിച്ചത്. വാഗ്വാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്ന പ്രചരണമാണ് ആറ്റിങ്ങലിൽ കണ്ടത്. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായൊരു മണ്ഡലമാണ്. കുറേ കാലം ഇടതിൻ്റെ കയ്യിലിരുന്ന മണ്ഡലം പിന്നീട് അത് അടൂർ പ്രകാശ് പിടിച്ചടക്കുന്നു. നിലവിലിപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ LDFിൻ്റെ സംഘടനാ ശശിയും അടൂർ പ്രകാശിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയും മുരളീധരൻ്റെ വ്യക്തിപ്രഭാവവുമാണ് മത്സരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. ആ നിലയിൽ ഇതിലാര് മുന്നിട്ട് നിൽക്കും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലൊക്കെയും LDFിനൊരു മുൻതൂക്കമുണ്ടായിരുന്നു. ഈ മുൻതൂക്കത്തെ മറികടക്കാൻ UDFിൻ്റെ എന്ത് വജ്രായുധമാണ് അടൂർ പ്രകാശ് കരുതി വെച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അടൂർ പ്രകാശിന് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിൽ മത്സരിക്കുന്നു. BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് 25% വോട്ട് പിടിച്ചു. അത് 35-ലേക്ക് എത്തിക്കും എന്നതാണ് മുരളീധരൻ്റെ ആത്മവിശ്വാസം. ഏതായാലും അപ്രവചനീയമായൊരു സാഹചര്യമാണ്. ഒരു സൂചനയും നൽകാത്ത ഒരു മണ്ഡലമായി തന്നെ ആറ്റിങ്ങൽ മണ്ഡലം നിലനിൽക്കുന്നു എന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലെ വെയിലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 6 ബൂത്തുകളാണുള്ളത്. 6 ബൂത്തുകൾ ഇവിടെ ഇപ്പോൾ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള നടപടിക്രമം 5:30 പോളിംഗ് ഏജൻറ്റുമാർ ബൂത്തുകളിലേക്ക് എത്തണം. അതിനുശേഷം മിനിമം 50 മോക്ക് പോളുകൾ നടത്തണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. 50 മോക്ക് പോളുകളാണ് നടത്തേണ്ടത്. ഇവിടെ ആകെ 8 ബാലറ്റിൽ 8 ഭാഗങ്ങളാണ് ഉണ്ടാവുക. നോട്ട ഉൾപ്പെടെ അടൂർ പ്രകാശ്, ജോയ്, മുരളീധരൻ, അഡ്വക്കേറ്റ് സുരഭി S, പ്രകാശ് PL, പ്രകാശ് S, സന്തോഷ് K, നോട്ട, അങ്ങനെ 8 ഭാഗങ്ങളുണ്ടാകും. ഇതിൽ 7 എണ്ണം വെച്ച് 56 എണ്ണമാണ് നിലവിൽ ചെയ്യുന്നത്, മോക്ക് പോൾ ചെയ്യുന്നത്. മോക്ക് പോളിംഗ് കഴിയുന്നതോടുകൂടി 7 മണിയോടെ തന്നെ വോട്ടെടുപ്പിന് സജ്ജമാകും. ഇവിടെ പോളിംഗ് ഏജൻറ്റുമാരുണ്ട്. എങ്ങനെയാട്ടാ പോളിംഗ് മോക്ക് പോളൊക്കെ ചെയ്തു? മോക്ക് പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 വോട്ട് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോളിംഗ് തുടങ്ങാനുള്ള സംവിധാനത്തിലേക്കാണ് എത്തപ്പെട്ടത്. ഇവിടെ 7 ബൂത്തുണ്ട്. 6 ബൂത്ത് 15, 16, 17, 18 അങ്ങനെയുള്ള 6 ബൂത്തുകളാണുള്ളത്. നിങ്ങളേത് പാർട്ടി? ഞാൻ CPMൻ്റെ. മോക്ക് പോൾ കഴിഞ്ഞു നമ്മളത് കഴിഞ്ഞു. അത് വളരെ കൃത്യമായ നിർദ്ദേശമാണ് മോക്ക് പോൾ നടത്തുക എന്നുള്ളത്. മോക്ക് പോൾ 5:30 തന്നെ തുടങ്ങും. 5:30 തന്നെ പോളിംഗ് ഏജൻറ്റുമാർ എത്തണമെന്നാണ് നിർദ്ദേശം. പോളിംഗ് ഏജൻറ്റുമാർ എത്താത്ത ഇടങ്ങളിൽ 5:45 ഉദ്യോഗസ്ഥർ തന്നെ ഒരു 50 മോക്ക് പോൾ നടത്തേണ്ടതുണ്ട്. മോക്ക് പോൾ നടത്തി ഇത് കൃത്യമാണ് എന്ന് പോളിംഗ് ഏജൻറ്റുമാരെ ബോധ്യപ്പെടുത്തുക, മെഷീനിൽ പ്രശ്നമില്ല എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതാണ് മോക്ക് പോൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം 7 മണിയോടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പോളിംഗ് ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്ത പഞ്ചായത്തിലാണ് ജോയിയുടെ വോട്ടുള്ളത്. അടുത്ത പോളിംഗ് സ്റ്റേഷനിലാണ് ജോയ്ക്ക് വോട്ടുള്ളത്. ജോയ്ക്ക് മാത്രമാണ് ഇവിടെ പ്രധാന സ്ഥാനാർത്ഥികളിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ടുള്ളത്. മുരളീധരൻ്റെ വോട്ട് തിരുവനന്തപുരം ഉള്ളൂർ ഭാഗത്താണ്. അടൂർ പ്രകാശിൻ്റെ വോട്ട് പത്തനംതിട്ട അടൂരിലുമാണ്. ജോയ് അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. നാടറിയുന്ന നാട്ടുകാരനെ ജയിപ്പിക്കണം എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയാണ് ജോയ് പ്രചരണങ്ങൾ നയിച്ചത്. ഏതായാലും ഒരു തരത്തിലും ഒരു സാധ്യതയും ഒരു സൂചനയും നൽകാത്ത രാഷ്ട്രീയ കാലാവസ്ഥയും തെരഞ്ഞെടുപ്പ് പോരാട്ടവും ആവേശവുമാണ് ആറ്റിങ്ങലിലുള്ളത്. ഇനി അത് എന്താകും എന്നറിയാനുള്ള മണിക്കൂറുകളാണ്. അതിൻ്റെ പൊതുജനങ്ങളുടെ വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമാണ് ബാക്കി. സ്മൃതി, തീർച്ചയായും ആറ്റിങ്ങലിൽ കാടടച്ചുള്ള പ്രചാരണമായിരുന്നു CPM നടത്തിയിരുന്നത്. ജോയ്ക്ക് വേണ്ടി സംഘടനാ സംവിധാനം പൂർണ്ണമായും ആറ്റിങ്ങലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പുറത്ത് അടൂർ പ്രകാശം ഒട്ടും മോശമല്ല, നല്ല രീതിയിൽ തന്നെ പ്രചാരണം മുന്നോട്ട് പോയി. ഇടയ്ക്ക് ഇരു കൂട്ടരും തമ്മിലുള്ള പ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, അതാണ് ആറ്റിങ്ങലിൽ നമ്മൾ കണ്ടത്. അല്ലമീൻ തിരുവനന്തപുരത്തപ്പോൾ ഏത് ബൂത്തിന് മുന്നിലാണ് അല്ലമീനുള്ളത്? നേരത്തെ ഇപ്പോൾ ആദിൽ പറഞ്ഞതുപോലെ മോക്ക് പോൾ അവിടെ പൂർത്തിയായിരിക്കുകയാണ്. 50 മോക്ക് പോളെങ്കിലും നടത്തണമെന്നുള്ളതാണ്. എന്താണ് അല്ലമീൻ നിൽക്കുന്ന ബൂത്തിലെ സാഹചര്യം?
സ്മൃതി, തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിൽ 3 പോളിംഗ് ബൂത്തുകളുണ്ട്. അതിലൊരു ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ബൂത്തുകളിലും ഈ പറഞ്ഞതുപോലെ മോക്ക് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ രാവിലെ തന്നെ ഇവിടെ എത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മോക്ക് പോളിംഗ് നടത്തി അതിൻ്റെ സുതാര്യത പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ VVPAT രസീത് അവർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൽ വേറെ ക്രമക്കേടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ ബോധ്യപ്പെടുത്തി സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ മോക്ക് പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രതിനിധികളൊക്കെ എത്തിയും ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, അവിടെ പ്രചരണ രംഗത്തേക്ക് വലിയ വീറും വാശിയും നേരത്തെ കണ്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 2730 ബൂത്തുകളാണുള്ളത്. അതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 1307 ബൂത്തുകളും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 1423 ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടങ്ങളെല്ലാം എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ ഉറപ്പാക്കി പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരെത്തിയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പോളിംഗ് കഴിഞ്ഞാൽ 7 മണിയോടുകൂടി വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് എത്തുകയും വോട്ടിംഗ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സുഗമമായ വോട്ട് പൂർത്തീകരിക്കുന്ന ക്രമീകരണങ്ങൾ, ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പന്തലൊക്കെ സജ്ജീകരിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം വെബ് കാസ്റ്റിംഗ്, CCTV ക്യാമറയുടെ നിരീക്ഷണമൊക്കെ എല്ലാ ബൂത്തുകളിലും സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പ്രചരണ വേളയിൽ നമ്മൾ കണ്ടൊരു വീറും വാശിയും ചൂടുമൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ വോട്ടർമാരെ ഇനി ബൂത്തുകളിലേക്ക് പരമാവധി എത്തിക്കുക എന്നുള്ളതാണ്. ചൂട് സമയമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഉച്ച സമയത്തും അല്ലെങ്കിൽ ഒരു 11 മണിക്ക് ശേഷം ഒരു 3 മണി വരെയൊക്കെ ഒരു പക്ഷേ പോളിംഗിൽ ഒരു കുറവുണ്ടാകാനുള്ള സാധ്യത അത് മുന്നണികൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതിരാവിലെ ഈ ചൂട് കൂടുന്നതിന് മുൻപും അതുപോലെ തന്നെ ചൂടാറിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷവും വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അതൊക്കെ പരിഗണിച്ച് ജുമാ ദിവസമായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊരു പക്ഷേ പോളിംഗ് ശതമാനത്തിലൊരു കുറവ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നണികളും സ്ഥാനാർത്ഥികളും പാർട്ടി നേതാക്കളും ഒക്കെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ മണിക്കൂറുകളിൽ, ആദ്യ മണിക്കൂറുകളിലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷവും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ബൂത്ത് തലത്തിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചെയ്തിട്ടുണ്ട്. ഇതിലും വീറും വാശിയും പ്രകടമായ പ്രചരണരംഗം, അതിൽ എത്രത്തോളം വോട്ടിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് VIP വോട്ടർമാരായ ഒരുപാട് പേരുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കും തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. അത് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി, ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് തുടങ്ങിയവർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പരിധിയിലാണ് വരുന്നത്. അവിടെയാണ് അവർ വോട്ട്. അവർക്ക് ഇന്നലെ തന്നെ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ ആദ്യ മണിക്കൂറിൽ തന്നെ അവരുടെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അനിൽ ആന്റണി വോട്ട് ചെയ്യാൻ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ കൗതുകമായിരിക്കും. അല്ലമീൻ, കുടുംബത്തോടൊപ്പം AK ആന്റണിയും കുടുംബവും ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ വന്നിരുന്നത്. പക്ഷേ ഇത്തവണ എതിർ പക്ഷത്തെ സ്ഥാനാർത്ഥിയായി തന്നെ അനിൽ ആന്റണി നിൽക്കുമ്പോൾ ഒരുമിച്ചാണോ വരിക എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ വന്നപ്പോൾ ചോദിച്ചിരുന്നു. ഒരുമിച്ചായിരിക്കില്ല വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതൊരു കൗതുക കാഴ്ചയായിരിക്കും. തീർച്ചയായിട്ടും നമ്മളും വിളിച്ചിരുന്നു, അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം പത്തനംതിട്ടയിൽ നിന്ന് എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് വരിക, ഈ വോട്ട് ചെയ്യാൻ ഒരുമിച്ചാണ്. 2 ചോദ്യങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത്. ഒന്ന്, വോട്ട് ചെയ്യാൻ ഒരുമിച്ചാണോ വരുന്നത്, അത് ആലോചിച്ചിട്ടില്ല, പാർട്ടിക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി. ഞാൻ രണ്ടാമത് ചോദിച്ചത്, ഈ പത്തനംതിട്ടയിൽ വന്നു കഴിഞ്ഞാൽ ജഗതിയിലുള്ള വീട്ടിൽ കുടുംബത്തോടൊപ്പം തന്നെയാണോ താമസിക്കുന്നത്, മറ്റെവിടെയെങ്കിലും ആയിരിക്കും താമസം എന്ന് വെച്ചാൽ അതും ആലോചിക്കേണ്ടതുണ്ടെന്നൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായിരുന്നാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് 7:30 കൂടിയായിരിക്കും അനിൽ ആന്റണി വോട്ട് രേഖപ്പെടുത്താനെത്തുക. പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ്. AK ആന്റണിയും കുടുംബവും ഹരിയും ഉൾപ്പെടെയുള്ളവർ 10 മണിക്കായിരിക്കും വോട്ട് രേഖപ്പെടുത്താനെത്തുക. ഏതായാലും ഒരുമിച്ച് വോട്ട് രേഖപ്പെടുത്താനെത്തി മറ്റൊരു ചർച്ചകൾക്ക് വഴിമരുന്നിടാൻ അവർ തയ്യാറല്ല എന്നുള്ളത് ഏതാണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതെല്ലാം അത്തരത്തിലൊരു കൗതുകം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്ത് പോയവർ ഇന്ന് 2 ചേരിയിലായി വരുന്ന ഒരു കൗതുക കാഴ്ചയ്ക്ക് കൂടി തെരഞ്ഞെടുപ്പ് വേദിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ കൗതുകങ്ങൾ നിറഞ്ഞ പലതരത്തിലുള്ള കാഴ്ചകൾ, അതോടൊപ്പം തന്നെ വെറും വാശിയും പ്രകടമായ തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിൻ്റെയൊക്കെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാവിലെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാൻ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കാരണം കാലാവസ്ഥാ പ്രവചനമുണ്ട്, ഇന്ന് ചൂട് കൂടുതലായിരിക്കും എന്നുള്ള പ്രവചനമുണ്ട്. പാലക്കാടൊക്കെ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉച്ച സമയത്ത് പോളിംഗ് അല്പം മന്ദഗതിയിലാകാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ ആളുകൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യം 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 6:12 ആയിരിക്കുന്നു. ബൂത്തുകളിൽ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലേക്ക്. മോക്ക് പോളിംഗ് 50 തവണയെങ്കിലും മോക്ക് പോളിംഗ് വേണമെന്നുള്ളതാണ്. അത് പല ബൂത്തുകളിലും അത് പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പ്രവീൺ പുരുഷോത്തമൻ അവിടെ തയ്യാറാണ്.